റോബോട്ടിക് എഞ്ചിനീയറിംഗ് നല്ലൊരു കരിയർ ഓപ്ഷൻ ആണോ? ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധ്യതകളുള്ള ഒരു ഡൊമെയിനാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് സെക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതൊരു ഹൈ എൻഡ് പ്രീമിയം ജോബ് അല്ലെങ്കിൽ കരിയർ ഓപ്ഷനായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, റോബോട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും താഴെത്തട്ടിലുള്ള ക്ലീനിങ് വർക്ക്, നമ്മളെ ഓഫീസായാലും വീടായാലും ക്ലീനിങ് വർക്ക് മുതൽ പ്രായമുള്ളവരെ പരിചരിക്കുന്ന റോബോട്ട് വരെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന മൂവി ആ സ്റ്റോറി ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോബോട്ടിക് എഞ്ചിനീയറിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ ഡൊമെയിനെ പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. എന്താണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്, എന്താണ് ഇതിനുള്ളിലെ ശരിക്കുമുള്ള വർക്ക്, എന്താണ് ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആയാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്കിൽസ് വേണം, അതുപോലെ തന്നെ ഈ സ്കിൽസ് നമുക്ക് എവിടുന്ന് നേടിയെടുക്കാം, ഏതൊക്കെ കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്ത്യ ബേസ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ എന്താണ് റോബോട്ടിക് എഞ്ചിനീയർ ചെയ്യുന്നത്? ഒരു റോബോട്ടിനെ ബിൽഡ് ചെയ്യുകയാണ്. എന്താണ് റോബോട്ട്? മനുഷ്യരുടെ സൂപ്പർവിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ഷൻ ഒരു മെഷീന് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന പല റോബോട്ട്സും ഒരു സിംഗിൾ ഫങ്ഷനാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ റോബോട്ട്സ് ഉണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ, കാർ അസംബിൾ ചെയ്യുമ്പോൾ ഒരു വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു റോബോട്ട് അത് മാത്രമേ ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ സിംഗിൾ ഫംഗ്ഷൻ കൂടുതലായും കണ്ടുവരുന്നത് സിംഗിൾ ഫംഗ്ഷൻ ചെയ്യുന്ന റോബോട്ട്സിനെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു റോബോട്ടിൽ മെയിൻലി നമുക്ക് 3 മെയിൻ കമ്പോണൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്വെയർ. നിങ്ങൾക്കറിയാം ഹാർഡ്വെയർ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫിസിക്കൽ കമ്പോണൻറ്റ് ഓഫ് എ റോബോട്ട് ഈസ് കോൾഡ്, അപ്പോൾ ഹാർഡ്വെയർ എന്നാണ് നമ്മൾ പറയുക. അതിനകത്ത് ഒരുപാട്, അതായത് ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംസും എല്ലാം ബിൽഡ് ചെയ്യുന്ന ഫിസിക്കൽ കമ്പോണൻറ്റ്സ് മെഷീൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സെൻസർ കൂടെയുണ്ട്. സെൻസർ അതാണ് എൻവയറമെൻറ്റിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിലെ ടെക്നോളജി എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ ന്യൂമാറ്റിക്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ആക്ഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നോർമലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പാർട്ട് കൂടുതലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹാർഡ്വെയർ കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് എപ്പോഴും നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർ ആയിരിക്കും. സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അൽഗോരിതംസ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് റോബോട്ട് എന്ത് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് കോഡിങ്ങിലൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ലേറ്റസ്റ്റുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട് റോബോട്ടിന് തന്നെ ലേൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും നമുക്കിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള സ്റ്റഡീസ് കൂടുതൽ നമ്മൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. മൂന്നാമത്തെ പാർട്ടാണ് കണക്ടിവിറ്റി. നമുക്ക് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം. അതായത് ഹാർഡ്വെയർ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹാർഡ്വെയർ ത്രൂ കണക്ടിവിറ്റി. ലോട്ട് ഓഫ് വയറിംഗ്, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ബിൽറ്റ് ഇൻ. ഓൾസോ നൗ ഡേയ്സ് അത്രയും കോംപ്ലക്സ് വയറിംഗ് ഒന്നുമില്ലാതെ കൂടുതലും വൈഫൈയുടെ സഹായത്തോടെ, അതുപോലെ തന്നെ സെൻസർ ഡേറ്റ കണക്ടിവിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട്, വയറിങ്ങിൻ്റെ ഭാഗമായിട്ടതാണ്. അപ്പം ഇതിൻ്റെ ഏരിയ ഓഫ് സ്റ്റഡി കൂടുതലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഇത്രയും 3 ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഈ റോബോട്ടിക് എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയാലും സ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്താലും സ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിലും ഈ ഡൊമെയിനിൽ, അതായത് ഇതിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റുന്നതാണ്. റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആയാൽ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആയാൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് അവർക്കുണ്ടായിരിക്കുന്നത്? കൂടുതലും ഒരു പ്രോബ്ലം സോൾവർ തന്നെയാണ് ഒരു റോബോട്ടിക് എഞ്ചിനീയർ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഏത് ടൈപ്പുള്ള റോബോട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനത്തെയാണ് നമുക്ക് ആവശ്യം, അതിനനുസരിച്ചിട്ട് ഒരു പ്രോബ്ലം, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു റോബോട്ടിക് എഞ്ചിനീയറിംഗ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റോബോട്ടിക് എഞ്ചിനീയർ എന്ത് ടൈപ്പ് റോളാണ് ചെയ്യുന്നത്? ഫസ്റ്റ്
പാർട്ട് നമുക്ക് അനാലിസിസ് പാർട്ട് എന്ന് പറയാം. അതായത് എന്താണ് ഈ റോബോട്ട് ഗോയിങ് ടു സോൾവ് വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം ദിസ് റോബോട്ട് ഈസ് ഗോയിങ് ടു സോൾവ്. അപ്പോൾ പലതരത്തിലുള്ള റോബോട്ട്സ് നമുക്ക് ഡിവൈസ് ചെയ്യാം. വൺ ഈസ് ഫോർ റിപ്പീറ്റീവ് ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റോബോട്ട്സിനെ ഡിപ്ലോയ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത വളരെ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എൻഡേഞ്ചറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്യാം. ഇങ്ങനെയായിരിക്കണം ബ്രോഡ്ലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അത് എന്താണ്, എന്ത് പർപ്പസാണ് ഇത് ചെയ്യുന്നത്, അതുപോലെ തന്നെ എൻവയറമെൻറ്റ് എങ്ങനെയാണ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫങ്ഷൻ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് റോബോട്ടിക് എഞ്ചിനീയറിന്. അടുത്തത് അനാലിസിസ് കഴിഞ്ഞാൽ മറ്റൊരു റോളാണ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ വി യൂസ് CAD ആൻഡ് CAM ടൂൾസ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഫോർ ഡിസൈനിങ് ദ റോബോട്ട്. അത് നമുക്ക് ആക്ച്വലി എമുലേറ്റ് ചെയ്യാൻ പറ്റും ഈ റോബോട്ട് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ. അതിനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. വെൻ യു ബിൽഡ് എ മെഷീൻ നൗ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ്. അതിനുള്ള ടൂൾസാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ ഉള്ളവർക്ക് ആ റോൾ ചെയ്യാവുന്നതാണ്. മറ്റൊരു റോളാണ് മെയിൻ്റനൻസ്. നമുക്കറിയാം എല്ലാത്തിനും മെയിൻ്റനൻസ് ആവശ്യമാണ്. റോബോട്ട്സും കൂടുതൽ ഫങ്ഷൻ ചെയ്യുമ്പം വെയർ ആൻഡ് ടയർ വരാം, ഡിപ്രീസിയേഷൻ വരാം. അപ്പോൾ അതിനെ മെയിൻ്റനൻസ്, അതിനെ റെഡിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടു അപ്ഡേറ്റ് ചെയ്യുന്ന മെയിൻ്റനൻസ് റോള് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കി നമുക്ക് പ്രീവിയസ്ലി അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഷീനിന് കേടുപാടില്ലാതെ അതിനെ പ്രാവർത്തികമാക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് മെയിൻ്റനൻസ് ടാസ്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തത് പ്രോഗ്രാമിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. ദർ ആർ സം പ്രോഗ്രാമിംഗ് സ്പെസിഫിക് കോഡ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടൂൾസ് യൂസ്. റോബോട്ടിക്സിന് പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള റോബോട്ടിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് അതിനെ കോഡിംഗ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ സെൻസർ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയറമെൻറ്റ്, അപ്പോൾ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കോഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് capability ബിൽഡ് ചെയ്യുക, മെഷീൻ ലേണിംഗ്, സോ ദാറ്റ് ദ റോബോട്ട് ക്യാൻ ലേൺ ഇറ്റ് സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ, സോ ദാറ്റ് ഇറ്റ് വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ ഇറ്റ് ക്യാൻ ആക്ട് ഓർ ഇറ്റ് ക്യാൻ ഡു ദ ടാസ്ക് വിത്തൗട്ട് ബീയിങ് കൺട്രോൾഡ് ബൈ എ ഹ്യൂമൻ. അപ്പോൾ അങ്ങനെയുള്ള capability ബിൽഡ് ചെയ്യുന്നതൊക്കെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും. അവസാനം ടെസ്റ്റിംഗ് ഈസ് അനദർ വൺ. എല്ലാ എൻവയറമെൻറ്റിലും അവിടെ നമുക്ക് CAD ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഈ പല എൻവയറമെൻറ്റിലും ഈ റോബോട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുള്ള വളരെ റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ്, ഇത്രയും റോൾസാണ് ഈ റോബോട്ടിക് എഞ്ചിനീയറിംഗിൻ്റെ പാർട്ടായിട്ടുള്ളത്. ഇനി നമുക്ക് റോബോട്ടിക് എഞ്ചിനീയറിംഗ് വേണ്ട സ്കിൽസ് എന്താണെന്നുള്ളത് ഒരു ക്വിക്കലി ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ സെക്ടറിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഇതർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടെന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽ സെറ്റ് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് സ്പെസിഫിക് കോഴ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് നമുക്ക് അക്വയർ ചെയ്യാം. അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ഞാൻ പറഞ്ഞല്ലോ CAD and CAM, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ IoTയെ പറ്റിയുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിനെ പറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉള്ള നിങ്ങൾക്കുള്ള കഴിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. ഇത്രയുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മാറാം. ഇനി നമുക്കൊരു റോബോട്ടിക് എഞ്ചിനീയർ ആവാം. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് ഇന്ത്യയിൽ എവിടെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് IITകൾ തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പല കാൺപൂർ ആണെങ്കിലും മദ്രാസിലാണെങ്കിലും ബോംബെ എല്ലാവിടെയും കോഴ്സ് ഉണ്ട്. കാൺപൂരിൽ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള MTech പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് IIT കാൺപൂരിൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പിലാനി ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ കിട്ടാൻ ഒരു സ്ക്രീനിങ് പ്രോസസ്സൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിലൂടെ അവരുടെ സൈറ്റിൽ പോയാൽ നിങ്ങളുടെ MTech ഇൻ റോബോട്ടിക് എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു നിങ്ങൾക്ക് അവിടെ റോബോട്ടിക് എഞ്ചിനീയറിംഗിൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ താഴോട്ട് പോകുകയാണെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡിങ് BTech. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് അമിറ്റി യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡിങ് സ്പെസിഫിക് കോഴ്സ് ഓൺ റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഇൻ ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, BTech ലെവൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അലഹബാദിൽ ഇതിൻ്റെ വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ SRM യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇൻ റോബോട്ടിക് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്പെസിഫിക് ആയിട്ട് വയ്ക്കാം. നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സ്പെസിഫിക് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇതിന് റിലവൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞു. പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് സൈഡിൽ തന്നെ നോക്കിയാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോബോട്ടിക്സ് എന്ന വലിയൊരു കരിയർ അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട് റോബോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, അവിടെ നിങ്ങൾക്ക് നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, DRDO, അതുപോലെ തന്നെ ISRO. അപ്പോൾ ഇവിടെയുള്ള ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗവൺമെൻറ് സൈഡ് ആസ് വെൽ ആസ് പ്രൈവറ്റ് സെക്ടറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് കമ്പനീസ് ഇന്ന് ഉണ്ട്. അപ്പോൾ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സെക്ടർ തന്നെയാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ റോബോട്ടിക് എഞ്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം കരിയർ ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇന്ത്യയിൽ കാണുന്ന ഒരു കരിയർ ചോയ്സ് തന്നെയാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് അറിയിക്കുക. നിങ്ങളിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ ഗെറ്റ് ടു നോ മോർ അബൌട്ട് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി കാണാം. താങ്ക് യു വൺസ് അഗെയിൻ. സീ യു സൂൺ.